പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പണി കഴിപ്പിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 17-ാം തീയതി മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നിലവിൽ ഹയർ സെക്കൻഡറി വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. 3 നില നിർമ്മാണം സാധ്യമാക്കുന്ന തരത്തിലാണ് പുതിയ കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ. താഴത്തെ നിലയിൽ 3 ക്ലാസ് റൂമുകളും ഓഫീസ് റൂമും, 1ാമത്തെ നില 1 ക്ലാസ് മുറിയും സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ താഴത്തെ നിലയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ശുചിമുറിയും കൈ കഴുകാനുള്ള സംവിധാനം, കൂടാതെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി റാമ്പ്, ടോയ്ലറ്റുകൾ എന്നിവയും സജ്ജമാക്കി. 558.45 ചതുരശ്ര മീറ്ററിലാണ് നിലവിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. കെട്ടിടത്തിലെ വൈദ്യുതീകരണവും പൂർത്തിയാക്കി. കേരള പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. സ്കൂളിൽ വെച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രിയുടെ നിയോജക മണ്ഡലം പ്രതിനിധി കെ മുരളീധരൻ നിർവഹിച്ചു. ഇത് നമുക്ക് മനസ്സിലാകുമ്പോൾ, പഴയ കാലം നമുക്ക് ഓർമ്മയുണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുമ്പോഴാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ പുരോഗതിയും മാറ്റങ്ങളും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. അതാണ് പ്രത്യേകത. അപ്പോൾ അത് നല്ലപോലെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ആവശ്യങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പുതിയൊരു പ്രവണത ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട് തോന്നുന്നു അല്ലേ. ആളുകളൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയൽ രാജ്യങ്ങളിലേക്ക് പോകുന്നു. കാനഡയിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ പഠിപ്പും തൊഴിലും അവിടെ ലഭിക്കുമെന്ന ഏതാണ് പറയുന്നത്. അങ്ങനെ പോകുന്നൊരു സ്ഥിതിവിശേഷവും ഇപ്പോൾ അടുത്ത കാലത്തായി കൂടുതലായി വളർന്നു വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാനും അത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം നമുക്ക് കാണാനും വേണ്ടി കഴിയും. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക് കടന്നു വന്ന കുട്ടികളുടെ എണ്ണം ഏകദേശം 10 ലക്ഷത്തോളം വരും. അതാണ് പ്രത്യേകത. അപ്പോൾ 7 വർഷം മുമ്പേ അവരെല്ലാം തന്നെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെയാണ് കൂടുതലായി ആശ്രയിച്ചിരുന്നത്. കാരണം അവിടെയാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, കൂടുതൽ സൗകര്യങ്ങൾ അവിടെ, അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെയാണ് ലഭ്യമാകുക എന്ന ഒരു വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് പടിപടിയായി മാറി. ഇപ്പോൾ പൊതുമേഖലാ വിദ്യാഭ്യാസമാണ് കൂടുതൽ മെച്ചപ്പെട്ടത് എന്നും സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, പഠന സൗകര്യങ്ങൾ, അധ്യാപകർ, മികവ് തെളിയിച്ച ആളുകളെല്ലാം തന്നെ നമ്മുടെ സർക്കാർ സ്കൂളുകളിലും നമുക്ക് ലഭ്യമാണ്. തിരുവില്ലാമല പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വിനി ഉണ്ണികൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഈ പരിപാടി ഔപചാരികമായി 17-ാം തീയതി അപ്പോൾ നമ്മുടെ ഈ ചടങ്ങ് സംഘാടക സമിതിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ മന്ത്രിയുടെ പ്രതിനിധി മുരളീധരനാണ്. ഈ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി വളരെ ഗംഭീരമാക്കി തീർക്കാൻ എല്ലാവരുടെയും സഹായത്തിൽ നിന്നിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ, പ്രിൻസിപ്പൽ ഡോക്ടർ പി സുകുമാരൻ, പ്രധാന അധ്യാപിക വി എം സുനിത, PTA പ്രസിഡന്റ് സി സുരേഷ് കുമാർ, KR മനോജ് കുമാർ, N രാംകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എവിടെയൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാന പ്രശ്നം അടിസ്ഥാന സൗകര്യത്തിൻ്റെതാണ്. ഇപ്പോൾ നമുക്കറിയാം, പുതിയ 1-2 കെട്ടിടങ്ങൾ വന്നു. അപ്പോൾ വീണ്ടും +2 പുതിയ കെട്ടിടം വന്നിരിക്കുകയാണ്. കാരണം സ്കൂളിനടുത്തുള്ള കുട്ടി ഇവിടുന്ന് കൊണ്ടാഴി സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരു സ്ഥിതി ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആ തെറ്റായ ധാരണ തിരുത്തപ്പെടണമെങ്കിൽ നമ്മളുടെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കഴിയുക. ഈ 2 സ്കൂളിലും സ്ഥലം അനുവദിച്ച് 6 ഏക്കർ സ്ഥലം കാട്ടുകുളം സ്കൂളിൽ അനുവദിച്ചത് TK നായരാണ്. ഈ സ്കൂളിന് സ്ഥലം അനുവദിച്ചത് TK നായരാണ്. ഇതിൻ്റെ മുന്നിൽ കിടന്നുകൊണ്ടാണ് ആ വ്യക്തി മരണമടഞ്ഞത്. തിരുവില്ലാമല കാണുന്ന പല സംഭാവനകൾക്കും ഇവിടെ വികസനങ്ങൾക്കും തുടക്കം കുറിച്ചത് TK നായരാണെന്ന് തിരുവില്ലാമല ചരിത്രം പരിശോധിച്ചാൽ കാണാം. അപ്പം നമുക്ക് എന്തുകൊണ്ട്
തിരുവില്ലാമലയിൽ ഈ അദ്ദേഹത്തിൻ്റെ നാമധേയം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിക്കൂടാ എന്ന് ഉയർന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. CC വിനൂസ്, തിരുവില്ലാമല.